വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ ഒരുങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം എന്തോ സ്പെഷ്യൽ ഡേ ആണെന്ന്. യെസ്, എക്സാക്ട്ലി. ഇന്ന് എൻ്റെ കോൺവൊക്കേഷൻ ഡേ ആണ്. 5.5 yearsന് ശേഷം ഞങ്ങൾ ഗ്രാജുവേഷൻ ചെയ്യാൻ പോവാണ്. ഞങ്ങളൊരു 103 സ്റ്റുഡൻസ് ഇന്ന് ഗ്രാജുവേറ്റഡ് ആവുകയാണ്. നമുക്ക് കാണാം. റെഡിയായി എത്തിയവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവർ. അപ്പോൾ എൻ്റെ എടുത്തു. അത് കഴിഞ്ഞ് അവിടെ എത്തിയ എല്ലാവരുടെയും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ക്ലിപ്സാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളോടിങ്ങനെ ആ രീതി പോസ്റ്റ് ചെയ്യുക ഇങ്ങനെ നിൽക്കുന്നൊക്കെ അവർ പറയായിരുന്നു. എല്ലാവരുടെയും മാറി മാറി ഇങ്ങനെ വീഡിയോസും ഫോട്ടോസും നടക്കുന്ന വീഡിയോസും ഒക്കെ എടുക്കുമായിരുന്നു. എല്ലാവരും എടുക്കുന്നുണ്ട്. പറയാനുള്ള നിനക്ക് പറ. ടിഷ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഗൗൺ ഇടാനുള്ള ടൈമായി. അപ്പം ജൂനിയേഴ്സ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഒരു ജൂനിയറിന് ഒരു 3 ഗ്രാജുവേറ്റ്സ് എന്ന രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ അപർണ എന്ന് പറഞ്ഞ ജൂനിയറിനാണ് കിട്ടിയത്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗൗൺ ഇടുമായിരുന്നു. കാരണം ടൈം എടുത്തു. അപ്പോൾ എല്ലാവരും ഗൗണൊക്കെ ഇട്ട് റെഡി ആവാൻ പറഞ്ഞു. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. ക്യാപ്പ് വെക്കുന്ന വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. ആക്ച്വലി ക്യാപ്പ് വെക്കാൻ എന്നെക്കാട്ടി പാടുപെട്ടത് അപർണയായിരുന്നു. കുറച്ചധികം പാടുപെട്ടു. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കയറുന്നില്ലായിരുന്നു. പിന്നെ ഹെയർ സെറ്റ് ചെയ്ത് വന്ന എല്ലാം ക്യാപ്പ് വെച്ചതോടെ മൊത്തം കുളമായി. പിന്നെ എങ്ങനെയൊക്കെയോ സംഭവം ഫിറ്റ് ചെയ്ത് വെച്ചു. പിന്നെ 2 സൈഡ് ക്ലിപ്പൊക്കെ കുത്തി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമായിരുന്നു. എല്ലാവരും ഇങ്ങനെ പരസ്പരം ഗൗണൊക്കെ ഇട്ട് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യായിരുന്നു. ഓൾ സെറ്റാണോ നോക്കുമായിരുന്നു. സോ ഗൗണൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞങ്ങൾ അക്കാഡമിക് പ്രൊസഷന് റെഡിയായി. അക്കാഡമിക് പ്രൊസഷൻ എന്ന് പറയുമ്പം നിങ്ങൾ ഈ കാണുന്നതാണ്, ഇപ്പോൾ കാണുന്ന വിഷ്വൽസാണ് അക്കാഡമിക് പ്രൊസഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ പഠിപ്പിച്ച പ്രൊഫസേഴ്സ് എല്ലാവരും പ്ലസ് ഞങ്ങൾ എല്ലാ ഗ്രാജുവേറ്റ്സും ഒരു പ്രൊസഷൻ പോലെ ഓഡിറ്റോറിയത്തിൻ്റെ പുറത്തു നിന്ന് ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലോട്ട് കയറുന്നതാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് തന്നെയായിരുന്നു. സോ ഞങ്ങളുടെ പേരൻസ് അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഈ ഗൗണൊക്കെ ഇട്ട് ഇങ്ങനെ നടന്നു വരുന്ന വേറൊരു ഫീലിംഗ് തന്നെ കേട്ടോ. അത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണോ, ഭയങ്കര ഹാപ്പിനെസ് ആണോ, എന്താ പറയേണ്ടത്, എല്ലാം കൂടെ ഒരു മിക്സഡ് ഇമോഷൻസ് ആയിരുന്നു. അതിൻ്റെ വിഷ്വൽസ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളൊരു ഹൈറ്റ് ഓർഡറിലാണ് നിന്നത്. സോ ഞാൻ കുറച്ച് അവസാനമാണ്. നിങ്ങൾക്ക് പതിയെ ഞാൻ എൻ്റർ ചെയ്തത് കാണാം. Of being admitted as member of the medical profession, solemnly pledge that I will consecrate my life to the service of humanity. ഓത്ത് ടേക്കിംഗ് സെറിമണിയാണ് ഞങ്ങൾ കാണുന്നത്. മേഡം ഞങ്ങൾക്ക് വേണ്ടി ഓത്ത് പറഞ്ഞു തരാണ്. അത് കഴിഞ്ഞിട്ട് മേഡം അവസാനം ഞങ്ങളുടെ അടുത്ത് ടാസിൽ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ടാസിൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലെഫ്റ്റിലാണ് ആദ്യം ഇടുന്നത്. അത് റൈറ്റിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഞങ്ങൾ ഗ്രാജുവേറ്റ്സിൽ നിന്നും ഡോക്ടേഴ്സ് ആവുന്ന സിമ്പിളാണ് ഞങ്ങൾ കാണുന്നത്. Welcoming Dr. Anne Mary Varghese, daughter of Mrs. Suja John and Mr. Varghese John, hailing from Trivandrum.
who is a passionate student, and she has showcased her wonderful talents in both academics and arts, hoping that this journey takes her to a new level. Congratulations. Well, the top scorer in ENT goes to Dr. Anne Mary Burgess. I kindly request all to clear the pathway for the academic discussion. Institute of Medical Sciences and Research Center, not knowing what the future beholds. Today, at Pushpagiri Medical College, 6 years later, we bid you farewell. The batch of 2018, with the strength of 100, we stepped in. We grew into a family, and we have forged bonds that will last us a lifetime. Today, we are ready to step out and serve the world. Never again, under the same roof, will we be together, being the stars of the night. Never again will we have the moments of attending lectures together. Never again we will have moments of going to the dissection hall together. Never will we go to clinical postings together. Never again we will take those random apron selfies together. Never again will we scream out our numbers during roll calls together. Never again we will have those sleepless nights before a batch program or an exam. Here we go for the moment of the day. IT ready? Camera ready? Audience, are you ready? Graduates, are you ready? 10, 9, 8, 7. 6, 5, 4, 3, 2, 1. മായ നിമിഷങ്ങളും പേറി മനസ്സു നിറയെ ഓർമ്മകളുമായി ഞങ്ങൾ ഈ പടി ഇറങ്ങുകയാണ്. ഇനി എന്നൊരു തിരിച്ചുവരവുണ്ടാകുമെന്നോ തമ്മിൽ ഇനി എന്ന് കണ്ടുമുട്ടുമെന്നോ അറിയില്ല. This is the
2018 batch signing off. മോർണിംഗ് ഒഫീഷ്യൽ ഫംഗ്ഷൻ ഒരു 12:30 ഒക്കെ ഇപ്പോൾ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാം ലഞ്ച് കഴിക്കാൻ പോയി. ഈവനിങ് ഒരു കൾച്ചറൽസ് ഒരു 4:30 ഒക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഇനാഗുറേഷൻ നടത്തിയത് ഡയറക്ടർ ബ്ലെസ്സി ആയിരുന്നു. സോ കൾച്ചറൽസിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്തിരി ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ട്, അതൊന്ന് ക്ഷമിക്കുക എല്ലാവരും. സെമി ക്ലാസിക്കൽ ഡാൻസ് വെച്ചിട്ടാണ് കൾച്ചറൽ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്ത ഈവനിങ്ങിൽ. പിന്നെ മ്യൂസിക് സെക്ഷനിലോട്ട് പോയി. ഇൻഡിവിജ്വൽ സോങ്സ് ആദ്യം കുറേ പേര് പാടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പായിട്ട് ഞങ്ങളെല്ലാവരും പാടി. അപ്പോൾ ഗ്രൂപ്പായിട്ട് ഭയങ്കര എൻജോയ് ചെയ്ത എല്ലാവരും പാടുകയായിരുന്നു. കാരണം ഫൈനലി അവസാനമായിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് പാടുന്ന ഒരു അവസരമായിരുന്നു. സോ എല്ലാവരും എൻജോയ് ചെയ്തു ഭയങ്കരമായിട്ട്. അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം, കിനാവ് കൊണ്ടു കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും. അറിയില്ലടാ കുടിച്ച കള്ളമൊന്നും പറയില്ലടാ, മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ളമൊന്നും പറയില്ലടാ. എല്ലാരും അടിച്ചു കയറി വാ 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 താമര പെണ്ണേ, നീ എൻ പൂങ്കരലല്ലേ, കൂടെ കളിക്കാൻ വാ. അപ്പൊ എനിക്കൊന്ന് കളിക്കണം. വാ വാ താമര പെണ്ണേ, നീ എൻ പൂങ്കരലല്ലേ, കൂടെ കളിക്കാൻ വാ. ഓ താളം തുള്ളാൻ വാ, ഇത്തനാടിൻ കൊച്ചു തമ്പുരട്ടി അടിച്ച് കയറി വരട്ടെ. സോ വോൾ ഡാൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബോയ്സ് ഡാൻസ് ആയിരുന്നു. അവർ തന്നെ കൊറിയോഗ്രാഫി ചെയ്ത് തന്നെ പഠിച്ച് ഭയങ്കര എൻജോയ് ചെയ്ത ഒരു കൾച്ചറൽ ഡാൻസ് ആയിരുന്നു. ആൻഡ് എനിക്ക് ഭയങ്കര മൈ പേഴ്സണൽ ഫേവറേറ്റ് ബോയ്സ് ഡാൻസ് ആയിരുന്നു കേട്ടോ. അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ. കാരണം ഇത് വളരെ അപകടം പിടിച്ചൊരു പരിപാടിയാണ്. വിജയനഗര സാമ്രാജ്യ പരിച്ചെടുക്കരുതേ, വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മുട്ട്. ഈ ഡാൻസ് സെക്ഷൻസിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഷോർട്ട് ഫിലിം, ബാച്ച് വീഡിയോ, അങ്ങനെ കുറച്ച് വീഡിയോ സെക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ബാച്ച് ഡാൻസോടെയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ഞങ്ങളുടെ ബാച്ചിൻ്റെ പ്രോഗ്രാം അവസാനിപ്പിച്ചത്. സോ ഫസ്റ്റ് ബാച്ച് ഡാൻസ് എന്ന് പറയുന്നത് അർമാദമായിരുന്നു. അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ബാച്ച് ഡാൻസ് തട്ടുമുട്ടമായിരുന്നു. ഞങ്ങൾ ഇതെന്ന് പറഞ്ഞാൽ എല്ലാ വോൾ ബാച്ചിനും ഒരുമിച്ച് ആ സ്റ്റേജിൽ കൊണ്ടുവരാം എന്ന ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും അവസാനമായിട്ട് കളിക്കണം എന്നൊരു ഇതോടെയാണ് ബാച്ച് ഡാൻസ് ഞങ്ങൾ കളിക്കുന്നത്. 2 ബാച്ച് ഡാൻസ്, കണ്ടംപററി ഡാൻസ് ആൻഡ് ഗേൾസ് ഡാൻസ് ഒരു 2 മിനിറ്റ്സോളം കൊറിയോഗ്രാഫി ചെയ്തത് ഗ്രൂസ് ആൻഡ് മൂസ് കൊറിയോഗ്രാഫർ അഭിജിത്താണ്. സോ താങ്ക്സ് അഭിജിത്ത് ഫോർ കൊറിയോഗ്രാഫിങ് അവർ ഡാൻസ്. ബാച്ച് ഡാൻസ് ഞങ്ങൾ അവസാനിപ്പിച്ചത് ഗണ്ടം സ്റ്റൈലിലൂടെയാണ്. ഗണ്ടം സ്റ്റൈലിൻ്റെ തുടക്കത്തിൽ ഇനിഷ്യൽ പാർട്ട് ഞങ്ങൾ കുറച്ച് പേര് കളിച്ചായിരുന്നു. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ബാച്ചിലെ എല്ലാവരും ഒരുമിച്ച് സ്റ്റേജിൽ കയറി വന്ന് ഹുഡി ഇട്ട് കളിക്കുമായിരുന്നു.
ഭയങ്കര രസമുണ്ടായിരുന്നു. ഒരുമിച്ച് എല്ലാവരും ഈ ഹുഡ് ഇട്ട് ഒരുപോലെ ഇങ്ങനെ കളിക്കുന്നതാണ് ഞങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഭയങ്കര രസമുണ്ട് കാണാനത്. 오빤 강남 스타일 강남 스타일 오빤 강남 스타일 강남 스타일 오빤 강남 스타일 Hey sexy lady 오빤 강남 스타일 Hey sexy lady ഞങ്ങളുടെ പ്രോഗ്രാം എല്ലാം ഏകദേശം ഒരു 8:30 ഒക്കെ ആയപ്പോൾ തീർന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗൗരി ലക്ഷ്മിയുടെ ബാൻഡായിരുന്നു. ഭയങ്കര നല്ല പ്രോഗ്രാമായിരുന്നു ഗൗരി ലക്ഷ്മിയുടെ. ഗൗരിലക്ഷ്മിയുടെ മ്യൂസിക് ബാൻഡിന് ശേഷം ഒരു DJ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഡേ തന്നെയാണ് June 15th. ഭയങ്കരമായിട്ട് ഞങ്ങളെല്ലാം ഫുൾ ഡേ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് പറ്റുന്ന രീതിയിൽ വീഡിയോസൊക്കെ എടുത്ത് ഞാൻ വ്ളോഗായിട്ട് ചെയ്തിട്ടുണ്ട്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വ്ളോഗ്. അടുത്ത വ്ളോഗായിട്ട് വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.